വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഹോം കെയറിലാണ് നിൽക്കുന്നത്. സോ നമ്മുടെ കുട്ടിയുടെ അടുത്ത്. സോ ഇവിടുത്തെ ഒരു ഡേ എങ്ങനെയാണ്, അതേപോലെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇവിടുത്തെ റുട്ടീന്, ഫുഡ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ പല്ല് തേപ്പും മുഖം കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പല്ല് തേക്കണമൊന്നും വീഡിയോ എടുത്തില്ല, കാരണം ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഒരു നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു റുട്ടീനാണല്ലോ. സോ നമ്മൾ പല്ല് തേക്കാൻ നിന്നില്ല. അങ്ങനെ റൂമൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെയാണ് വന്നത്, അപ്പോൾ അങ്ങനെ വന്ന് കിടക്കുകയാണ് ചെയ്തത്. സോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഞാൻ വന്ന മുതൽ കാണാതെ ഓരത്തെ ബെഡ്ഷീറ്റാണ്. സോ നമുക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടേബിളും അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമുക്കൊന്ന് കാണാം. ഓക്കെ, അങ്ങനെ ബെഡ്ഷീറ്റ് സെറ്റാക്കലൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു അവസ്ഥ. സോ അടുത്ത പരിപാടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലാണ്. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കോഴിമുട്ട പുഴുങ്ങിയതും അതേപോലെ ഒരു കപ്പ് ഓഫ് പാലുമാണ് കുടിക്കാറുള്ളത്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. സോ ഗൈസ്, ചേക്കനെ ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ചെക്കൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം എത്തിയിട്ട് മോൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കിടത്തിയിട്ടോ കിടക്കണില്ല, എൻ്റെ വൈബ് നോക്കി നിൽക്കുക. അപ്പോൾ കിടത്തിയിട്ടോ കാര്യമാണ്. സോ ഒന്ന് എടുത്ത് നടക്കാൻ വിചാരിച്ചു. ഓക്കെ, ഇതെന്താണ് സാധനം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ അറിയേക്കാരം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കാണിച്ചു തരാം. ഉണ്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ നാട്. ഇവിടെ കുട്ടികളെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തുള്ള ഫുഡ് റെഡിയാക്കണം. ഓൾക്കുള്ള ഫുഡും കൂടെ നിൽക്കണവർക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവരും. എനിക്കും കൊണ്ടുവരുമൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ഫുഡുകളുണ്ട്. സോ ഗൈസ്, അങ്ങനെയൊക്കെയാണ്. ഇവിടെ നല്ല രസമുണ്ട്. വല്ലാതെ വെയിലൊന്നും ഇല്ലാതെ മഴക്കാറ് മൂടി ഭയങ്കര സൈലൻ്റാണ്. പിന്നെ ഈ കുട്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. എനിക്കല്ല ഇഷ്ടമായി ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കും ഇഷ്ടമായോ? നമ്മൾ റൂം നമ്പർ വരുന്നത് 1 ആണ് ഗൈസ്. 111. ഇവിടെ ഇരുന്ന് ചിലപ്പോൾ ഞാൻ ഫോണുമ്മ കളിക്കും, അല്ലെങ്കിൽ പുറത്ത് പോക്കി വെറുതെ ഇരിക്കും. അങ്ങനെ കുറച്ച് പിന്നെ കുട്ടി ഉണ്ടായതുകൊണ്ട് പിന്നെ വല്ലാതെ അങ്ങനെ ഫോണുമ്മ കളിക്കാനോ ഇതാക്കാനൊക്കെ. എന്നാലും എന്തേലൊക്കെ അങ്ങനെ ഓനുറങ്ങുമ്പോൾ ചെയ്യും. ഉണ്ടാകുമ്പോൾ പിന്നെ കണ്ണു തുറന്ന് നടക്കുകയാണെങ്കിൽ പിന്നെ ഓൻ്റെ കൂടെ തന്നെ.
ചില്ലിങ്. ഇന്ന് ഞാനും ഇമ്മയും ഞാനും കുട്ടിയും കുട്ടിയുടെ അമ്മയും മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ ഇമ്മമ്മക്ക് ഒരു കല്യാണമുണ്ട്. പിന്നെ കുട്ടിയുടെ അമ്മക്ക് കാലിൽ ചെറിയ പരിക്കാണ്. ചിലപ്പോൾ വരും ആള്. കുട്ടീനെ കുറേ ദിവസമായി കണ്ടിട്ട്. സോ കാണാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കാണ്. ഇതാണ് ഇവിടുത്തെ ഡേ ബൈ ലൈഫ് ഗൈസ്. ഇമ്മ വന്നിട്ടുണ്ട്. ഉമ്മാനൊന്ന് കാണിച്ചമ്മ. വാ. ഇമ്മ വന്നിരിക്കുന്നു ഗൈസ്. ഇമ്മക്ക് ഇനിയും കുട്ടിയുടെ അമ്മായിയും ഒറ്റയ്ക്ക് ഇടാനൊരു ഭയം. അപ്പോൾ സ്വാഭാവികം. അഥവാ പാലെടുത്ത കരയിനൊക്കെ കണ്ടാൽ ഞങ്ങൾ കരഞ്ഞോട്ടെ വിചാരിക്കും ഗൈസ്. അതായത് ഞാനും പൊട്ടത്തിയാണ്, കുട്ടിയുടെ അമ്മയും പൊട്ടത്തിയാണ്. ഉമ്മക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനുള്ള. ഉമ്മക്ക് കാലിന് പരിക്കാണ് ഗൈസ്. ഞൊണ്ടിട്ടാണ് നടക്കുന്നത്. എടുത്തുകൊണ്ട് ഗൈസ്, ഞൊണ്ടിയാണ് നടക്കുന്നത് ഗൈസ്. നിങ്ങൾ കണ്ടോ പാവം. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ഇന്നത്തെ ചോറ് എന്താ വന്നിട്ടില്ല, നേരത്തെ വരേണ്ടതാണ്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല. എൻ്റെ ഫുഡ് വേറെയാണ്. സോ അത് പ്രിപ്പയർ ചെയ്യണത് കാണാം. ഓക്കെ. നമ്മളെ ലഞ്ചിന്, നമ്മളതല്ല എൻ്റെ ലഞ്ചിന് ഇന്ന് എന്തൊക്കെയാ വെച്ചാൽ കക്കരിക്ക, പേരക്ക, 2 കോഴിമുട്ട, സ്ട്രോബെറി. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരാഴ്ച ഞാൻ കഴിച്ചിരുന്നത്. ഇതല്ല, ഓരോ ദിവസം ഓരോന്ന് മാറും. എപ്പോഴും ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് മട്ടിക്കൂലേ. സോ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഫുഡ് വരുന്നത്. പിന്നെ ഓംപ്ലേറ്റ് ഉണ്ട്, പേരക്ക ഉണ്ട്, ക്യാബേജ് പേരി, സ്ട്രോബെറി, കക്കരിക്ക. പിന്നെ തൈര് ഉണ്ടെങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്യാം. എൻ്റെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇത്രയും ഫുഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ തൈര് യൂസ് ചെയ്യുന്നില്ല. സോ നമുക്കിത് ഹാവ് ഇറ്റ് ചെയ്യാം. ഓക്കെ. എന്താ ഗൈസ്, നമുക്ക് ആദ്യം സ്ട്രോബെറിയിൽ നിന്നും തുടങ്ങാം. സ്ട്രോബെറി ഇപ്പോൾ സീസണൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ആ സീസണിൻ്റെ അപ്പോൾ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. പിന്നെ റേറ്റും കൂടുതലാണ്. ആദ്യമൊക്കെ നമുക്ക് സീസണിൻ്റെ സമയത്ത് 70-നൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു, 70 ഉറുപ്പ്യക്കൊക്കെ. അപ്പോൾ അതിന് 130, 150 ആ റേഞ്ച് പ്രൈസും ഉണ്ട്. പിന്നെ ഓംപ്ലേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലതാണോ അല്ലേന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഞാൻ ചീസ് ഇട്ടിട്ടാണ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സീനൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്കിഷ്ടമായി ഗൈസ്. അടിപൊളിയാണ്. സോ ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അടുത്തൊരു തട്ടുകട ഉണ്ട്. സോ ഇന്ന് ഫുള്ള് വെജിറ്റബിൾ ആയതുകൊണ്ട് ഇമ്മാക്ക് ഫുഡ് ഇറങ്ങണില്ല ഗൈസ്. അപ്പോൾ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാൻ എന്തായാലും കഴിച്ചു. ഞാനെന്തായാലും ഫുഡ് കഴിച്ചു. സോ അങ്ങനെ പോയി നോക്കാം എന്താ ഉള്ളത്. ഓക്കെ. ഇവിടെ നടക്കാനുള്ള ദൂരം. സോ ക്ലോസ്ഡ്. ഇവിടെ എത്തിയപ്പോൾ ഫുഡൊക്കെ റെഡി ആവുന്നുള്ളൂ. തട്ടുകട പോലത്തെ ഒരു കടയാണ്. അപ്പോൾ വൈകുന്നേരത്തിനേ സെറ്റ് ആവുള്ളൂ. വരുന്നുള്ളൂ. സോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് റൂമിൽ പോവാം. ഒരു റൂമിലേക്ക് എത്തിച്ചു തരും. ഓക്കെ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ ഈ ഒരു ഏരിയ. എന്ന് വെച്ചാൽ അടുത്തുകൂടി കുറേ വീട് നോക്കണുണ്ടോ ഈ കുരുട്ട്. പൊന്നെ നോക്കി പഠിപ്പിച്ച ഞാനുണ്ടോ? ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചു. ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ടോ? പേടിയതല്ല എന്നാലും. ഓക്കെ. കുറച്ചു നേരം പിന്നെ മൂവീസും കാര്യങ്ങളൊക്കെ കാണും. ബോറടിച്ചിരിക്കുമ്പോൾ കുട്ടി ഉറങ്ങുന്നതിലൊക്കെ ആണെങ്കിലും. പിന്നെ ഉച്ചക്ക് എനിക്ക് അങ്ങനെ ഇടയ്ക്കുള്ളൂ ഉറങ്ങുക. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ മൂവീസും കാര്യങ്ങളൊക്കെ കാണും ഗൈസ്. ഇതേതാ മൂവി ചോദിച്ചാൽ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ.
ഓക്കെ അമ്മ പോവാ, അമ്മ പോവാണ്, വാപ്പയും പോവാണ്. വാപ്പ കല്യാണത്തിന് വന്നതാണ്. വാപ്പ ഒരു ടാറ്റോ എടുത്തവാ. ഉച്ചക്കല്ല രാത്രി ഇവർക്കുള്ള ഫുഡ് ചിരങ്ങ കഴിയും. പിന്നെ ഇത് തുറക്കാനൊരു മിനിറ്റ്. ബീഫ് കറിയാണ് ഗൈസ്, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ചോറ് ഒരു 3 പേർക്കോ കഴിക്കണ്ടോ, പക്ഷെ ഞാൻ കഴിക്കില്ല. എനിക്കുള്ള ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, രാത്രിക്കത്തെ ഫുഡ് പറയുന്നത് ഇതാണ് ഗൈസ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ അടുത്തത് ഉറക്കാണ് ഗൈസ്, കുറച്ച് കഴിഞ്ഞിട്ട്. സോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ വരെ ബായ്.